ഹായ്, നമുക്കിന്ന് മാത്തമാറ്റിക്സിലെ 10th സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്നുള്ള ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ളൊരു കണ്ടെയ്നറിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇതുപോലെ ചെറിയ മെഷർമെൻ്റ് ആയിട്ട് സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. മീറ്ററിലൊക്കെ ചോദിക്കാം. നമ്മൾ വീട്ടിലെ ചിലപ്പോൾ വാട്ടർ ടാങ്ക് ഒക്കെ ഈ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു 1 മീറ്റർ ഡയമീറ്റർ ഉണ്ടായിരിക്കും, ഒരു 2 മീറ്ററോ 1.5 മീറ്ററോ ഒക്കെ ഹൈറ്റ് ഉണ്ടായിരിക്കും. ഇത് സെൻറ്റിമീറ്ററിലാണ്. ഈ കണ്ടെയ്നറിൻ്റെ പേര് നമ്മൾ സിലിണ്ടർ എന്ന് പറയും, വൃത്തസ്തംഭം എന്ന് മലയാളത്തിൽ പറയും, സർക്കുലാർ പ്രിസം എന്നും പറയാം. സിലിണ്ടർ, ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഈ ടാങ്കിൽ, ഈ കണ്ടെയ്നറിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പോൾ നമുക്കിതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. കപ്പാസിറ്റി, അതായത് വ്യാപ്തം എന്ന് പറയും. നമുക്ക് 2 അളവുകളാണ് ആവശ്യമുള്ളത്. അതിൽ ഒന്ന് ഈ കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് വേണം. സോ ഹൈറ്റ് ഈസ് ഗിവൺ. ഹൈറ്റ് ഇസ് ഇക്വൽ ടു 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേഡിയസ് വേണം. ഇതിൻ്റെ ബേസ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു സർക്കുലർ ഷേപ്പിലാണ് അല്ലേ? ബേസ് മുകളിലും താഴെയൊക്കെ സർക്കിൾ ഷേപ്പിലാണ്. അപ്പോൾ ആ സർക്കിളിൻ്റെ സൈസ് നിർണ്ണയിക്കുന്നത് അതിൻ്റെ റേഡിയസ് ആണ്, അതിൻ്റെ ആരം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഡിയസ് വേണം. റേഡിയസിന് ഇവിടെ തന്നിട്ടുള്ളത് ഇതിൻ്റെ ഡയമീറ്റർ ആണ്. കണ്ടല്ലോ, അവിടെ ഡോട്ടിട്ട് ലൈൻ കൊടുത്തത് അതിൻ്റെ ഡയമീറ്റർ, അതാണ് നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. ആ ഡയമീറ്റർ 12 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ റേഡിയസ് അതിൻ്റെ ഹാഫ് കാണും, 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ ഹൈറ്റും ഈ റേഡിയസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വോളിയം, കപ്പാസിറ്റി കണ്ടുപിടിക്കുക. അതിനൊരു ഫോർമുല ഉണ്ട്. സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ അതിൻ്റെ ബേസിൻ്റെ ഏരിയ, ഈ ബേസ് ഒരു സർക്കിളാണല്ലോ, ആ സർക്കിളിൻ്റെ ഏരിയ πr² അല്ലേ നമ്മൾ സർക്കിളിൻ്റെ പരപ്പളവ് പഠിച്ചിട്ടുള്ളത്. ആ ബേസ് ഏരിയയും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയമായി. സോ πr² ഇൻറ്റു h ആണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. πr² ഇൻറ്റു h. അത് നമുക്ക് ലിറ്ററിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സാധാരണ SLC എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ്റെ ബ്രാക്കറ്റിൽ വാല്യൂ തന്നാൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ മിക്കവാറും അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ പൈയുടെ വാല്യൂ 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 6 എന്നുള്ളിടത്ത് റേഡിയസിൻ്റെ 6 കൊടുത്തു, അത് 6² എന്ന് എഴുതി, ഇൻറ്റു ഹൈറ്റ് എന്നുള്ളിടത്ത് 30 സെൻറ്റിമീറ്റർ എഴുതി. ഇനി ഇതൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3.14 ഇൻറ്റു 36 ഇൻറ്റു 30. 3.14 ഇൻറ്റു 36 ഇൻറ്റു 30. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 3.14 ഇൻറ്റു 36ഉം 30യോടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 108, പിന്നെ ഒരു 0 കൂടെ ഉണ്ടാവും അല്ലേ? 30 ഇൻറ്റു 36 1080. ഇനി ഇതിനെ 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3391.2 എന്ന് കിട്ടും. ഇത് സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. മലയാളത്തിൽ ഘന സെൻറ്റിമീറ്റർ എന്ന് പറയും. ഇതിൻ്റെ വോളിയം മാത്രമാണ്, ഇത് ലിറ്റർ അല്ല. ഇത് നേരിട്ട് ലിറ്റർ എന്ന് പറഞ്ഞ് എഴുതാൻ പാടില്ല. ഇനി ഈ സെൻറ്റിമീറ്റർ ക്യൂബ് നമുക്ക് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സെൻറ്റിമീറ്റർ ക്യൂബിലുള്ള വോളിയം ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെസിമൽ പോയിന്റ് 3 സ്ഥാനം ലെഫ്റ്റിലേക്ക് കയറും അല്ലേ? 3 സ്ഥാനം ബാക്കോട്ട് വന്നിട്ട് 3.3912 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതിപ്പോൾ 3.3912 എന്നുള്ളതിന് 3.39 എന്ന് മതി. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ 2 നമ്പർ എഴുതിയാൽ മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി അവിടെ വേറെ കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ മെഷർമെൻ്റ് ഒക്കെ മീറ്ററിലാണെങ്കിൽ വോളിയം നമുക്ക് കിട്ടുക മീറ്റർ ക്യൂബിലാണ്. മീറ്റർ ക്യൂബിലുള്ള വോളിയം ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ഓർത്തു വെക്കണം. ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സെൻറ്റിമീറ്റർ ക്യൂബിലുള്ള വോളിയം ആണെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മീറ്റർ ക്യൂബിലുള്ള മെഷർമെൻറ്റ് വെച്ചിട്ടുള്ള വോളിയം ആണെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കണ്ടെയ്നറിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, താങ്ക് യു.